everyone, welcome back to my YouTube channel. So ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ട്രിവാൻഡ്രം പോവാണ് കേട്ടോ. ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടിയിട്ട് ട്രിവാൻഡ്രം പോവാണ്. നമ്മൾ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ മെയിനായിട്ടും പോകുന്നത്. അപ്പോൾ ഞാനും ഇൻഡസും കൂടിയിട്ടാണ് നമ്മൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിനിൽ പോവാണ്. അപ്പോൾ ട്രെയിൻ വന്നിട്ട് ഏകദേശം ഒരു 11:45 എന്തോ ആയിരുന്നു ട്രെയിൻ. അപ്പോൾ നമ്മൾ അതിന് മുന്നേ തന്നെ കുറച്ച് നേരത്തെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടോ. എന്നിട്ട് നമ്മൾ വെയിറ്റിംഗ് റൂമിൽ ഇരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ട്രെയിനിൻ്റെ നല്ല സൗണ്ട് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാനിത് ഓഡിയോ ഇടാതിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നുള്ളൂ. അപ്പോഴത്തേക്കും ട്രെയിൻ കറക്റ്റ് സമയത്ത് തന്നെ വന്നു. എന്നിട്ട് നമ്മൾ ഒരു പുലർച്ചെ ഒരു 5 മണി 5:30 ആകുമ്പോഴത്തേക്കും നമ്മൾ ട്രിവാൻഡ്രം എത്തി കേട്ടോ. അവിടെ നമ്മൾ മാളു അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവളവിടെ PGയിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. അങ്ങനെ പിന്നെ നമ്മൾ ഒരു പുലർച്ചെ ഒരു 5 മണി 5:30 ആകുമ്പോഴത്തേക്ക് എത്തിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്, റെയിൽവേ സ്റ്റേഷൻ്റെ പേര് ഞാൻ മറന്നുപോയി, ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനാണ്, സെൻട്രലിലാണെന്ന് തോന്നുന്നു. അവിടുന്ന് നമ്മൾ ഓട്ടോ പിടിച്ചിട്ട് അങ്ങനെ നമ്മൾ മാളുവിൻ്റെ റൂമിലേക്ക് പോവാണ് കേട്ടോ. പിന്നെ നമ്മൾ അവിടെ പോയി കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയിട്ടോ. അവിടെ ശരവണ ഭവൻ ആണെന്ന് തോന്നുന്നു പോയത്. അവിടെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. മസാല ദോശയൊക്കെയാണ് കഴിച്ചത്. പിന്നെ ഒരു സ്വീറ്റ് ആയിട്ടൊരു പേട പോലത്തെ ഒരു ഐറ്റം കൂടെ കഴിച്ചു. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് ഒരെണ്ണേ മേടിച്ചുള്ളൂ, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെയും നമ്മൾ പോയി കിടന്ന് ഉറങ്ങി. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെയും പോയി കിടന്ന് കുറച്ച് നേരം കൂടെ ഉറങ്ങി. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ഡേ ആണ് ആക്ച്വലി നമ്മൾ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ നല്ല ക്ഷീണമായതുകൊണ്ട് പോകാൻ പറ്റിയില്ല അന്ന് രാവിലെ തന്നെ. അപ്പോൾ നമ്മൾ അങ്ങനെ പ്ലാൻ ചേഞ്ച് ചെയ്തിട്ട് അന്ന് ഈവനിങ്ങിൽ നമ്മൾ വർക്കിലേക്ക് പോവാണ് കേട്ടോ. നമ്മൾ ഓൾറെഡി വർക്കല പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് സെക്കൻഡ് ഡേ ആണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മുടെ പ്ലാൻ ചേഞ്ച് ആയതുകൊണ്ട് നമ്മൾ ഈവനിങ്ങിൽ കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ഈവനിങ്ങിലാണ് നമ്മൾ വർക്കിലേക്ക് പോയത് കേട്ടോ. അപ്പം ഇത് വോയിസ് ഓവർ കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓഡിയോ അത്ര ക്ലിയർ ആയിരുന്നില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു 2:30 2:45 എന്തോ ആയിരുന്നു ട്രെയിൻ. അപ്പോൾ നമ്മൾ നേരെ റൂമിൽ നിന്ന് ഇറങ്ങി ഒരു ഓട്ടോ ഒക്കെ പിടിച്ചിട്ട് അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ് കേട്ടോ. 2:45 എന്താണ് ട്രെയിൻ ആയിരുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങി. ട്രെയിൻ മിസ്സായി കഴിഞ്ഞാൽ നമ്മൾ പ്ലാനൊക്കെ പോകും, അതുകൊണ്ട് നമ്മൾ കറക്റ്റ് സമയത്ത് തന്നെ നമ്മൾ ഇറങ്ങി. എന്നിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ എത്തിയിട്ടോ. പിന്നെ നമ്മൾ അവിടെ എത്തിയപ്പോൾ എന്തെങ്കിലും നമ്മളധികം വേറെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. രാവിലെ മസാല ദോശ കഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കഴിക്കാൻ വെച്ചിട്ട് കേക്ക് പോലത്തെ ഒരു ഐറ്റം മേടിച്ചിട്ടു. അത് നല്ല ടേസ്റ്റ്. കേക്ക് അല്ല, ആക്ച്വലി ബ്രൗണി എന്നാണ് എഴുതിയിരിക്കുന്നത്, പക്ഷെ കേക്ക് പോലെ ആയിരിക്കണേ. ലൈറ്റിൻ്റെ ഒരു സംഭവം, അത് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതൊക്കെ മേടിച്ച് അങ്ങനെ സ്റ്റെപ്പൊക്കെ കയറി, ലിഫ്റ്റൊക്കെ കയറി. അങ്ങനെ അപ്പുറത്തെ ഏതോ സെക്കൻഡ് പ്ലാറ്റ്ഫോമിൽ എന്തോ ആയിരുന്നു നമ്മുടെ ട്രെയിൻ. അപ്പോൾ അങ്ങനെ ട്രെയിൻ കുറച്ച് ലേറ്റായി, ആക്ച്വലി ഒരു ½ an hour ഒക്കെ ലേറ്റായി പിടിച്ചിട്ടു കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മളിപ്പോൾ കുറച്ച് ലേറ്റായി. എന്നിട്ട് നമ്മൾ അങ്ങനെ ഒരു ഓട്ടോയിൽ നമ്മൾ വർക്കിൽ പോവാണ്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് വരുന്നത്. ആദ്യമായിട്ടാണ് ട്രിവാൻഡ്രം തന്നെ വരുന്നത് എന്ന് തോന്നുന്നു. ആൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു സ്ഥലം. നല്ല ഒരു ഗോവ പോലെ തോന്നുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. നല്ലൊരു വൈബുണ്ട്. പിന്നെ ഫുള്ളി എന്താ പറയുക, ഭയങ്കര ഷോപ്പിങ്ങിനൊക്കെ പറ്റുന്ന പോലത്തെ സ്ഥലം. പിന്നെ കുറേ ഈസ്തറ്റിക് വൈബ്സ് ഒക്കെ പോലെ തോന്നിയിട്ടുള്ള ഒരു സ്ഥലമാണ്. നല്ല രസമുണ്ടായിരുന്നു. ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയ സ്ഥലമാണ്. എന്നാൽ ഭയങ്കര ഹൈപ്പായിട്ടൊന്നും പറയാനില്ല, പക്ഷെ നൈസാണ്. നല്ലൊരു വൈബൊക്കെ ഉണ്ട്. പിന്നെ നല്ല ബീച്ച് വൈബുണ്ട്. പിന്നെ റെസ്റ്റോറൻറ്റ്സ്, ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ കയറി, പക്ഷെ അവിടെ ഭയങ്കര മോശമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയ ഫുഡൊക്കെ. പിന്നെ കുറേ ഷോപ്പിങ്ങിന് ഉണ്ട്, കുറേ ബാഗ്, നല്ല നല്ല ബാഗ്സ് ഉണ്ട്. ഞാനൊരു ബാഗ് മേടിച്ചു കേട്ടോ. ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. നല്ലൊരു ബാഗ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഭയങ്കര പ്രൈസാണ്, നമ്മൾ കുറേ ബാർഗെയിൻ ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ അങ്ങനെ ഒരുപാട് ഷോപ്പിങ്ങിനൊക്കെ പറ്റിയതാണ്, പക്ഷെ ഭയങ്കര അവർ റേറ്റൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട്
ഇങ്ങനെ പർച്ചേസ് ചെയ്യാതിരിക്കണതാണ് കുറച്ചുകൂടെ നല്ലത്. കാരണം ഇത്രയൊന്നും പ്രൈസ് അതിനകത്ത് ഇല്ല എന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. പക്ഷെ ഒരു ബാഗ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ അത് മേടിച്ചു. കുറച്ച് ബാർഗെയിൻ ചെയ്തിട്ട് ഞാൻ മേടിച്ചത് ഈ ചേച്ചി ഇപ്പം എടുക്കുന്ന ആ ഒരു സെറ്റിലെ വൈറ്റ് കളർ ബാഗാണ് ഞാൻ എടുത്തത് കേട്ടോ. അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷെ അത് ഭയങ്കരമായിട്ട് ചെളിയാവുന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എനിക്കത് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ അതാണ് മേടിച്ചത്. എൻ്റെ അതിന് തന്നെ ഒരു ഗ്രീൻ പോലത്തെ, ഒരു ലൈറ്റ് ഗ്രീൻ പോലത്തെ ആണ് കേട്ടോ മേടിച്ചത്. ഇതാണ് ബാഗ്. ഇതിന് ഒരു കുട്ടി പൂവൊക്കെ ഉണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ. ആൻഡ് അത് കുറച്ച് ബീഡ്സ് ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട് ആ ബാഗ് കാണാനായിട്ട്. അപ്പം അങ്ങനെ നമ്മൾ ആ ബാഗ് എടുത്തു. പിന്നെ നമ്മൾ പിന്നെയും ഷോപ്പിങ്ങിനായിട്ട് കുറേ ഇങ്ങനെ നടന്നു. പിന്നെ അങ്ങനെ വേറെ ഒന്നും അധികം മേടിച്ചില്ല, കാരണം അത്യാവശ്യത്തിന് നല്ല റേറ്റ് ഉണ്ടായിരുന്നു. ആൻഡ് ആ റേറ്റിനുള്ള സാധനം ഉണ്ടെന്ന് നമുക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഷോപ്പിംഗ് ഒന്നും ചെയ്തില്ല. ജസ്റ്റ് ആ സ്ഥലമൊക്കെ ഒന്ന് എൻജോയ് ചെയ്തിട്ട് അങ്ങനെ നടക്കുകയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കഫേ ഇറ്റാലിയാനോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കഫേയിലേക്കാണ് വന്നത്. അത് നമ്മൾ നെക്സ്റ്റ് ഡേ നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്നതുകൊണ്ട് നമ്മൾ വെജ് ആയിരുന്നു കേട്ടോ കഴിച്ചത്. അപ്പം അത്ര ടേസ്റ്റി ആയിരുന്നില്ല. നോൺ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ അത്ര കുറച്ചും കൂടെ രസം ഉണ്ടായിരുന്നു. ഇത് നമ്മൾ ടൊമാറ്റോ വെച്ചിട്ട് എന്തോ ഒരു ഐറ്റം, പിന്നെ ഒരു പിസ്സയാണ് ഓർഡർ ചെയ്തത്. രണ്ടും വെജ് ആയിരുന്നു, അപ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ലൈം ജ്യൂസും അങ്ങനെയാണ് കേട്ടോ കഴിച്ചത്. ഞാൻ ശരിക്കും ഫുഡ് കഴിച്ചില്ല, ഇഷ്ടപ്പെട്ടില്ല എനിക്ക്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഭയങ്കര വൈകുന്നേരമായി. അപ്പോൾ ബീച്ചിലേക്ക് പോകാനായിട്ട് അത്ര അവിടെ എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ ഈ കഫേയിലേക്ക് നടന്ന് കുറേ ഇങ്ങ് വന്നിട്ട് കഫേയിലേക്ക് എത്തിയത്. അപ്പോൾ അതുകൊണ്ട് അത്രയും ടൈം വേസ്റ്റായി. എന്നിട്ട് കുറച്ച് നല്ല ഈവനിങ് ആയിട്ടാണ് നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങിയത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് നേരം ബീച്ചിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല, പക്ഷെ എന്നാലും എൻജോയ് ചെയ്തു. നല്ല രസമായിരുന്നു. നല്ലൊരു ഇങ്ങനെ സ്റ്റെപ്പൊക്കെ കുറേ ഇറങ്ങിപ്പോയിട്ടാണ് താഴെ ബീച്ചിൽ പോണേ. അപ്പോൾ അത് നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ അവിടെ കുറച്ച് നേരം നമ്മൾ സ്പെൻഡ് ചെയ്തു. ഷോപ്പിംഗ് ചെയ്യാനായിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ബാഗ്സ്, ജ്വല്ലറി, പിന്നെ അതുപോലെ കുറേ ഇങ്ങനെ ഡെക്കോർ ഐറ്റംസ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള ജ്വല്ലറീസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഓക്സിഡൈസ് ജ്വല്ലറി, പിന്നെ സ്റ്റോൺസ് ഒക്കെ വരണത്, അങ്ങനത്തെ കുറേ ഉണ്ടായിരുന്നു. പക്ഷെ ഒക്കെ അത്യാവശ്യത്തിന് നല്ല എക്സ്പെൻസീവ് ആയിരുന്നു. അതുകൊണ്ട് നമ്മളതൊക്കെ കണ്ട് ഒരു കുട്ടി എന്തെങ്കിലും ഒരു ഐറ്റത്തിന് തന്നെ നല്ല അത്യാവശ്യത്തിന് പ്രൈസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒന്നും മേടിക്കാനൊന്നും പോയില്ല. എല്ലാം നമ്മളിങ്ങനെ കണ്ട് എൻജോയ് ചെയ്തു. പിന്നെ നമ്മളങ്ങനെ ഒരു 6:30-ക്കോ 7 മണിക്കോ എന്തായിരുന്നു ട്രെയിൻ. അങ്ങനെ ട്രെയിൻ കയറി നമ്മൾ തിരിച്ചു വന്നു. അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യുന്ന അടുത്ത് തന്നെയായിരുന്നു മാനവീയം എന്നാണ് തോന്നുന്നു പ്രൊനൗൺസ് ചെയ്യുന്നത്, എനിക്കറിയില്ല. മാനവീയം വീതി, അവിടേക്ക് പോയിട്ടോ. ഒരു 9 o'clock ആ ഒരു സമയത്താണ് പോയത്. അവിടെ നല്ല രസമുണ്ടായിരുന്നു. നല്ല ഓണായിട്ടിരിക്കുന്ന ഒരു സ്ഥലം. പിന്നെ നമ്മൾ അവിടുന്ന് മസാല കുറച്ച് എന്തോ പാനിപ്പൂരി, പിന്നെ അതുപോലെ മസാല കടല പോലത്തെ ഒരു ഐറ്റം അതൊക്കെ മേടിച്ച് കഴിച്ചു കേട്ടോ. അവിടെയും നല്ല രസമുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാരില്ല, എന്നാലും കുറേ പേര് അവിടെ എൻജോയ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. നല്ല ഒരുപാട് ഫാമിലീസ് ഒക്കെ വന്നിരുന്നിട്ട് അങ്ങനെ ഈവനിങ് നല്ല സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് നേരം പോയിരുന്ന് ഇങ്ങനെ ഈ ഫുഡൊക്കെ മേടിച്ച് കഴിച്ച് അങ്ങനെ കുറച്ച് നേരം എൻജോയ് ചെയ്തു കേട്ടോ.
അവിടെ നമ്മൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് ഒരുപാട് നേരം നിന്നില്ല, കാരണം നമുക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് നേരം നിന്നില്ല, കുറച്ച് നേരം ഫുഡൊക്കെ മേടിച്ച് കഴിച്ച് ഒന്ന് നടന്നിട്ട് പിന്നെ നമ്മൾ നേരെ റൂമിൽ പോയിട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഫസ്റ്റ് ഡേ ആണ് നമ്മൾ ട്രിവാൻഡ്രത്ത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് ഡേ ആയിട്ട് നമുക്ക് കാണാം. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ബൈ.